പവിഴം പോൽ പവിഴാതരം പോൽ പനിനീ. ഹലോ, ആ ഹരി. എന്താണ്, എവിടെയുള്ള ഈ അങ്ങാടി ഉണ്ടല്ലേ? എന്തായി പോക്കെന്താക്കി, എന്നകൽക്കാക്കി? ഫോണിലായിരിക്കും അല്ലേ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് സംസാരിക്കാം. അതെ. അതെ, ഞാൻ ഈ വീട്ടിലുള്ളതാ, കുറച്ചൊക്കെ എന്നോടും സംസാരിക്കാം. ഈ ഒരു കാര്യം, ഞാൻ പണി നോക്കിപ്പോ എന്റെ തൽക്കാലം പണി ചെയ്യും. തന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണേ. സംസാരിക്കട്ടെ, പ്ലീസ് പ്ലീസ്. ഏത് ഹരിയെ. നേരം കൂട്ടുകാര് കൂട്ടുകാര് എന്നുള്ള ചിന്ത ഉള്ളു. ഒന്നുമില്ല, ഓളെ സ്ഥിരം സ്വഭാവം. അതെ. ആ, കൊടൈക്കനാൽ കുറെ പ്രാവശ്യം പോയ കാരണം എന്തോ ഒരു ടെൻഷൻ. ഹലോ ഫിറോസ്ക, അതെ. ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചാ മതി. ഒരു ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കട്ട് ചെയ്ത് വിളിക്കാൻ. അല്ല വേണ്ട, കട്ട് ചെയ്യണ്ട, ഒരു മിനിറ്റ്, കട്ട് ചെയ്യണ്ട. അതെ, ഒരു മിനിറ്റ്, ഇത് ടൂർ പ്ലാൻ ചെയ്യല്ല, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ എന്നും ടൂർ പ്ലാൻ ചെയ്യാ, ടൂറ് പോവാ, ഈ ഒരു ചിന്തയല്ലേ ഉള്ളൂ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? അപ്പുറത്തെ സെനീലാന്റെ ഫോട്ടോ ഒന്ന് കാണണം. ഇന്നലെ ഓള് സ്റ്റോറി ഇട്ടതാ. ഓളെ മുഖം പണ്ടത്തെ പോലെയല്ല, നല്ല വെളുത്ത് തുടുത്തിട്ട്. കാരണം എന്താ? കാരണം അതില് എഫക്ട്സ് ഇട്ടുണ്ടാവും. അതൊന്നും അല്ല. ഓൾ ഇന്നലെ ബ്യൂട്ടി പാർലർ പോയിട്ട് മുഖം വെളുക്കാനുള്ള എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. എന്റെ മുഖത്ത് നോക്കിയേ, കുരുവും അതും ഇതൊക്കെ പൊന്തിട്ട്. അതിനെങ്ങനെ എന്റെ മുഖത്തൊന്നും നോക്കിയാലേ ഇങ്ങനത്തെ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ വരുന്നത്. അതൊന്നും അല്ല. നിങ്ങക്ക് എന്ത് പറഞ്ഞാലും ഒരു ന്യായം ഉണ്ടാവും. ഈ ഒരു കാര്യം, എനിക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ടൈം, ഇതൊന്ന് ഡീൽ ചെയ്യട്ടെ. വേണ്ട, എന്റെ അടുത്ത് സംസാരിച്ചിട്ട് തൽക്കാലം അതൊക്കെ ഒന്ന് പോയി ചെയ്ത. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ചോറും കൂട്ടാനും വെക്കാനൊന്നുമില്ല, ഉച്ചായി. ഈ വെറുതെ എന്നെ ഭ്രാന്താക്കാൻ ഞാൻ തോന്നുന്നു തന്നെ. എനിക്ക് ഇവിടെ ചോറും കൂട്ടാനും വെക്കൽ തന്നെയാണല്ലോ പണി. അപ്പുറത്തുള്ള സെറീനാന്റെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഒന്ന് കാണണം. സ്റ്റാറ്റസും സ്റ്റോറി ഒക്കെ കാണുന്നു ആണില്ലേ? നിങ്ങളുടെ ഇക്കാക്കാന്റെ ഒരു മിനിയാന്ന് ടൂർ പോയി, നിങ്ങൾക്ക് അറിയോ? ആ ചെങ്ങായി ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നെ പണി, ട്രിപ്പ് വന്നിട്ട് തന്നെ ഭ്രാന്താക്കി പോയാണ്ട് തന്നെ. ഗൾഫിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു കാരണം. ഹരിയെ, ഒന്നും വിചാരിക്കണ്ട. വേണ്ടടാ, വേണ്ട, ക്ലിയർ ആക്കിട്ട് പോയാൽ മതി. പിന്നെ ഇത് ശരിയാവില്ല, അതിന് ഭ്രാന്താണ്. എത്ര പറഞ്ഞാലും തന്നെ ഫിറോസ്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു കാര്യം ചെയ്യ്, ഗഫൂറിന്റെ അടുത്തും അതേപോലെ രമേശിന്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ട് റെഡി ആക്കിക്കോ. ഞാൻ വൈകുന്നേരം കാണണമെന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഞാൻ വൈകുന്നേരം ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് കുറ്റിപ്പുറം പോവാണ്ട്. ഈ ഒരു കാര്യം ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വാ. ഫോൺ കട്ട് ചെയ്യ്, പറയട്ടെ. അത് സെറ്റാക്കി ഇങ്ങോട്ട് വാ. അങ്ങാടിയിലില്ലേ? എന്നാ വേഗം ഇങ്ങോട്ട് വാ, ഇവിടുന്ന് നേരിട്ട് സംസാരിക്കാം. നീ പറയും. അതെ, ഒന്നുമല്ല. നിങ്ങൾ ഇക്കാക്കാന്റെ ഭാര്യയും മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നുണ്ട്. അപ്പുറത്ത് സെലീനാന്റെ ഒരു പോകുന്നുണ്ട്. അവരൊക്കെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ കണ്ട എനിക്ക് കൊതിയാവണിക്ക. നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ കൂട്ടി ടൂറൊക്കെ പോണ്ടേ? നമുക്ക് പോവാന്ന് ഞാൻ പറഞ്ഞില്ലേ. പോവാന്ന് പറയാന്നല്ലേ, കല്യാണം കഴിഞ്ഞിട്ടേ. ഇത് വേണ്ടേ? ഇത് നമ്മള് 4 ആളൊക്കെ പോകുമ്പോ അത്യാവശ്യം പൈസ വേണോ? അപ്പൊ ഈ ഒന്ന് സപ്പോർട്ടാക്കി നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ കൂട്ടുകാരന്മാരെ കൂടെ പോണതോ? എന്തൊരു കഷ്ടം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിന് പൈസയും വേണ്ട അല്ലേ? അത് അങ്ങനെ ചെലവാകണതല്ലോ. അത് അത്ര വലിയ പൈസ ഒന്നും ആവില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം ഉച്ചകാലത്തെ പരിപാടിയൊക്കെ ചെയ്യാം, നമുക്ക് അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്നിപ്പോ എന്റെ തലയിലൊന്നും കേറില്ല, കുറെ പ്രശ്നങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ ഇതുവരെ ഫോണിൽ പാട്ടും പാടിയിരിക്കല്ലേന്നോ? അല്ല, അത് ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചാണല്ലോ. തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് എവിടൊക്കെ ഒന്ന് കൊണ്ടുപോകുന്ന അറിഞ്ഞതാ? ആകെ കൊണ്ടുപോയതോ 2-3 സ്ഥലം, അതോ പോയിട്ട് അപ്പൊ തന്നെ വന്നു ചെയ്തു? അല്ല, തേക്കടി പോയിട്ട് പിന്നെ 2 ദിവസം നിന്നതാ. 2 ദിവസം നിന്ന് കണക്കായി പോയി. എന്താ 2 ദിവസം കുഴപ്പമില്ലല്ലോ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 16-17 വർഷം ആണല്ലോ. തേക്കടി പോയിട്ട് എത്ര വർഷമായി? 16 വർഷം ആണല്ലേ? ഓർമ്മ ഉണ്ടല്ലേ? നന്നായി. ആകെ 2 ടൂറാ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയത്. കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷവും കുട്ടികള് 2 കാക്ക് ഒരു വിചാരവും ഇല്ല എന്നെ കുറിച്ച്. തൽക്കാലം എന്തായാലും കൂടെ ചെയ്യാനുള്ള ചെയ്യ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, ക്ലിയർ ആയിട്ട് സംസാരിക്കാം. എനിക്ക് ഇന്ന് കുറ്റിപ്പുറം പോകാനുണ്ട്, കുറച്ച് ഡീലിംഗ് ഉണ്ട്, അതാണ്. തലക്ക് ഭ്രാന്ത് തരുന്നിരിക്കുക, പ്ലീസ്. പറഞ്ഞ മനസ്സിലാവില്ല. ഇല്ല, നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, എനിക്ക് എന്റെ ആ പ്രശ്നം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വൈകുന്നേരം പോയ വന്നതിന് ശേഷം എന്താന്നുള്ളത് പറഞ്ഞു, പ്ലീസ്. ഇപ്പൊ തൽക്കാലം ചോറും കറിയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ട്രിപ്പ് പോവാം. തീരുമാനിക്കാം, നോ ടെൻഷൻ. ശരി. ഫിറോസേ,
ഫിറോസേ ആ ഇല്ല ആളില്ലേ? ഹലോ ആ അരി വന്നാ ആ. എന്തുണ്ട്? സുഖമായിട്ട് പോണു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല. ആള് ട്രിപ്പ് പോകാത്തതിന്റെ പ്രശ്നങ്ങളോ ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണമെന്ന് പറയും. നിനക്ക് ഒന്നാണ് കൊണ്ടേ കൂടെ ഇരിക്കേ. എടാ എത്ര പൈസ വേണമെങ്കിൽ പറയുന്ന പോലെ ഇത് സാധാരണ നമുക്കൊക്കെ നടക്കണ കാര്യം. അത് ശരിയാണ്. പിന്നെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. ആ. നമ്മളെ കാര്യം പോണ ഈ ഊട്ടി എപ്പോഴല്ല കൊടൈക്കനാൽ എപ്പോഴും പോണാണ്. ഊട്ടിയാക്കാൻ നോക്കാം. ആയിക്കോട്ടെ, നമുക്കിപ്പോ ഒരു ട്രിപ്പ് പോവാന്നുള്ളൂ, അല്ലാതെ ഇപ്പോ എന്നോടത്ത് പോയിക്കൊള്ളണമെന്നില്ല. ശരിയാണ്, സ്ഥലം കാണലല്ല ട്രിപ്പ് യാത്രയുടെ പ്രധാനം. പോകുമ്പോ രസമായിട്ട് ഇങ്ങനെ ഉം. ആ ഒരു വൈബ് ഉണ്ടല്ലോ. ഉം. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് പോകണല്ലേ. പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പറയും ഒന്നോ രണ്ടോ വർത്തമാനം പറയുന്നല്ല, പിന്നെ മെയിൻ ഇല്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇത് ഈ കുട്ടികളും കൂടെ പ്രോത്സാഹിപ്പിക്കും. ഇവരെന്താ എപ്പം നോക്കിയാലും സ്റ്റാറ്റസ് ഇരുന്ന് കാണുകയാണ്. റീൽസ്, സ്റ്റാറ്റസ്, അതേപോലെ സ്റ്റോറി, ഇതൊക്കെ ഇരുന്ന് കാണുമ്പോ പുതിയ ആ കാര്യത്തിലേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം എന്ന് വെച്ചാല് ഞാൻ ടച്ച് ഫോൺ കൊടുത്തിട്ടില്ല. ആ കീബോർഡ് ഫോണല്ലേ വീട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് കാണൂല. എപ്പോഴെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് കുട്ടികളത് കളിക്കും. അവള് പിന്നെ അതിന് മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇടയ്ക്ക് പറയുന്നോട് നിങ്ങള് നല്ല ഫോണായിട്ട് കിടന്നോളി, നമുക്കൊരു ഫോൺ വാങ്ങി തരാ, അവര് പാടില്ല. ഇവനെ വിളിച്ചാ ഗഫൂറിന്റെ അടുത്തൊക്കെ പറഞ്ഞ രമേശിന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെയാണ്, ഞാൻ എന്റെ കാര്യം മാത്രമേ. ഇന്റേത് ഓക്കെയാണ്. ഈ ഒരു ശൈത്താന്റെ കാര്യം മാത്രം പ്രശ്നമുള്ളൂ. ഈ ഒരു കാര്യം ചെയ്തണം. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ പാർക്കില്ലേ, പൊന്നാനി പാർക്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കൊടുന്നാളാ. അതൊക്കെ കൊറേ കണ്ട കർമ്മേൽക്കല്ലേ, അതിലൊന്നും പോയിട്ട് കാര്യമില്ല. കണ്ട് കണ്ട് മടുത്തേക്കണ്. ഈ ഉപ്പിലിട്ടതും ഇതൊക്കെ തിന്നിട്ട് മടുത്തേക്കണവർക്ക് ഇപ്പൊ അങ്ങനെ ഒട്ട് പോവാ, നല്ല പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുക, ഇതൊക്കെ അതിനനുസരിച്ച് എന്റെ കയ്യിൽ പൈസ വേണ്ടേ. ഈ ഒരു കാര്യം ഇപ്പൊ ഫൂറിന് വിളിച്ചേ. ആ വണ്ടിയുടെ കാര്യം ജസ്റ്റ് ചോദിക്കാൻ. വണ്ടി ഓക്കെയാണ്. അഗഫൂറെ, ഇന്നോവേട്ട വേണ്ടേ? ആ പിന്നെ വണ്ടി തെറ്റല്ലടാ. അന്നാള് പോയ പോലെ ഞാൻ ലോക്കൽ വണ്ടിയായിട്ട് വരാൻ നിൽക്കരുതിട്ടാ. പോകുമ്പോ അതിന്റെ ഒരു സെറ്റപ്പിൽ AC നിർബന്ധമാണ്. ആ AC നിർബന്ധമാണ്. ആ ഊട്ടി കൊടൈക്കനാൽ വെച്ചിട്ട് നമുക്ക് പോകുമ്പോ അവിടെ ഊട്ടി കൂടെ ഒന്നല്ലല്ലോ പോകണം, അവിടെ എത്തിയിട്ടല്ലേ ഊട്ടി തണുപ്പാവുള്ളൂ. എടാ AC ഒക്കെ ഇട്ടിട്ട് ആ ഒന്ന് സെറ്റ് അവിടെ കയറുന്നവരെന്തായാലും AC നിർബന്ധമാണ്. അത് ഒരു സെറ്റിൽ അങ്ങനെ പോകുമ്പോഴേ അതിന്റെ ഒരു സുഖം വേറെയാണ്. ഞാനിപ്പോഴേ ഫിറോസിന്റെ അടുത്തുണ്ട്. ഓന് ചെറിയ ഓന്റെ വീട്ടിലെ അവന്റെ വൈഫിന്റെ വിഷയം അറിയില്ലേ. ഒന്നുമില്ല, നമ്മള് ഒന്നിച്ച് പോകും പോലെ വന്ന ഓൻ ഇടയ്ക്കൊന്ന് പോയാൽ മതി, കൊണ്ടുപോയാൽ മതി, ഒന്ന് സമാധാനിപ്പിച്ചാ മതി. കുഴപ്പമില്ല, സെറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, സെറ്റാണ്. വണ്ടി റെഡിയാക്കാൻ പറയാം. ഇന്നോവന്നെ വേണട്ടാ. ആയിക്കോട്ടെ, ഓക്കെ. എന്നാ ശരി. അപ്പൊ അങ്ങനെ ചെയ്തു. ഒരു കാര്യം ചെയ്തോ, രമേശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാഗ് റെഡിയാക്കി തരാം. ബാഗിന്റെ ബാഗ് എടുത്ത് അതന്നെ നിന്റെ ബാഗ് അത് തരണം. അവിടെ 2 ബാഗ് ഇരിക്കല്ലേ. ആയിക്കോട്ടെ. നമ്മള് പിന്നെ ആ ഒരു ബർമൂടയും ടീഷർട്ടും പരിപാടി എടുക്കും. ഒരുപാട് സംഭവങ്ങളൊന്നും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലും കഴിക്കാം. ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ അവിടെ നമ്മളെ അങ്ങടിയിൽ നിന്ന് ചായ അടിക്കരുത്. ആ സമയത്ത് വിളിച്ചല്ലേ, ബാലേട്ട അവിടെ നിന്ന് ചായ അടിക്കരുത്. അപ്പൊ വിളിച്ചല്ലേ. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെന്നാ. എന്താടി നിങ്ങൾ എന്താ ഇങ്ങനെ കളിയാക്കി ചിരിക്കണേ? നിനക്ക് വേറൊരു ചിന്തയില്ല അല്ലേ? വല്ലാത്ത ജാതി തന്നെ. രാവിലെ എണീറ്റ് വീട്ടില് ജോലി നോക്കണം, ഇങ്ങക്കും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, ഇങ്ങക്ക് ജോലിക്ക് പോകുമ്പോഴേക്കും ഭക്ഷണം വേണം. ഇതല്ലാതെ എനിക്ക് ഇവിടെ എന്താ ഒരു ഇതുള്ളത്? ആ ഒരു നിലപാട് മാറ്റണം. നിലപാട് അങ്ങനത്തെ നിലപാടൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ പറയുന്ന ഈ സംഭവത്തിനൊക്കെ അത്യാവശ്യം ഫണ്ട് കൊണ്ട് ആയിഷ എന്തെങ്ങനെ. പിന്നെ ഒരു ദിവസത്തെ ടൂർ അങ്ങോട്ട് കൊണ്ടുപോയാൽ കുറെ പൈസ വേണല്ലോ. ഒരു ദിവസത്തെ ടൂറിന് എന്താ ചെറിയ പൈസ ആണോ? അത് ഫാമിലി ആയിട്ടാ പോണേ. വണ്ടി വിളിക്കണം. വണ്ടിന്റെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടോ? ഇനോവ എന്തെങ്കിലും വണ്ടി റെന്റിന് എടുക്കണം. അത് മാത്രല്ല ഫുഡ്, നമ്മൾ പോയിട്ട് താമസിക്കുന്ന എക്സ്പെൻസ്, എത്ര പൈസ വേണമെന്ന് നിന്റെ വിചാരം? അതിന് നമ്മള് മാസത്തിൽ 2 വട്ടമൊന്നും പോകണമെന്നില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ പറഞ്ഞേ. ഞാനിത് ഫണ്ടൊക്കെ റെഡി ആയിട്ട് നമുക്കൊരു സന്തോഷത്തിനല്ല പോണത്. നമ്മള് ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ ഇപ്പൊ സന്തോഷിക്കാൻ പറ്റുള്ളൂ.
കടൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയാൽ അത്യാവശ്യം ടെൻഷൻ ആവില്ലേ? നമുക്ക് എങ്ങനെ ഹാപ്പി ആവുക, എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുക പറയാം. നിങ്ങൾ എന്ത് വർത്താനേ പറയണേ? പൈസ ഉണ്ടായിട്ട് ആരെവിടെ ടൂർ പോണേ? നിങ്ങൾ പൈസ ഉണ്ടായിട്ട് കൂട്ടുകാരന്മാരൊപ്പം ടൂർ പോണേ? ഈ എന്തിനാ കൂട്ടുകാരെ കാര്യം എടുത്തത്? കൂട്ടുകാരായിട്ട് പോണേന് എനിക്ക് എന്ത് പൈസ ചെലവ്? മിക്ക സമയത്ത് ഓരോരുത്തർ സ്പോൺസർ ചെയ്യണാവും, അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന തന്നെ എല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ടാ പോണേ. അപ്പൊ അത് വേറെ ഇത് വേറെ, രണ്ടും കമ്പയർ ചെയ്യല്ലേ പ്ലീസ്. അതൊന്നും അല്ല, നിങ്ങക്ക് ഞങ്ങളെ ടൂർ കൊണ്ടുപോകാൻ മടിയാ. കൂട്ടുകാരന്മാര് മതി ഏത് സമയത്തും. എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരു ചിന്തയില്ല. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട്, ഈ കൂട്ടുകാർ പോണതും വീട്ടുകാർ പോണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ കൂട്ടുകാരുമായിട്ട് സഞ്ചരിക്കുന്ന അതേ പാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട് പറയണത് എന്താ? മനസ്സിലാവുന്നുണ്ട്, എന്താ മനസ്സിലായി? എനിക്കറിയാം. എന്താ ഇപ്പൊ തൽക്കാലം ഞങ്ങളെ ടൂർ കൊണ്ടുപോകണില്ല, അതല്ലേ പറയാൻ ഉദ്ദേശിക്കണേ? ഞാൻ പറയണത് എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഞങ്ങളെ കൂട്ടുകാരായിട്ട് പോണ സമയത്ത് ഒരു 2 ബീർ അടിക്കണം തോന്നിയാ നിന്നീ കുട്ടികളായിട്ട് പോകുമ്പോ എനിക്ക് പറ്റുമോ? ഇല്ല. നീ സമ്മതിക്കുവോ? ഇല്ല. നിനക്ക് ഹറാമല്ലേ? അപ്പൊ ഞങ്ങള് ദേഷ്യം വരണ്ട, ഞാൻ കാര്യത്തിൽ പറയണം. എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ടൂർ പോവുക, ട്രിപ്പ് പോവുക, ഒന്നാമത്തെ കാര്യം ഫണ്ട് അതില്ല. രണ്ടാമത്തെ കാര്യം ഒരു ഹാപ്പി മൂഡിന് വേണ്ടി പോകണം, ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണതാണ്. കൂട്ടുകാരായിട്ട് പോകുമ്പോൾ 2 ബീറൊക്കെ അടിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ്, പഴയ കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുക. അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് ചിരിക്കുക. നിനക്ക് ആ അനുഭവം ഇല്ല, നീ അറിയില്ല എന്താണ് ഈ കഥ എന്ന്. ചില കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ചിലപ്പോൾ അപ്പം തന്നെ ഒഴിവാക്കും. അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ചിരിച്ച് പോകാനും എൻജോയ് ചെയ്ത് പോകാനും ഒക്കെ ഫാമിലി ആയിട്ട് പറ്റില്ല. അപ്പൊ ഫാമിലി ആയിട്ട് പോണത് നല്ല കാര്യമാണ്, പക്ഷെ അതിന് ഫണ്ട് വേണ്ടി, അത്ര ഞാൻ പറയണുള്ളൂ. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം കിടന്നു തുടങ്ങി. അതെ, അതന്നെയാണല്ലോ ഇവിടെ എന്നും സംഭവിക്കണേ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പറയണതൊക്കെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല, നോക്കിക്കോ. നന്നായി കിടന്ന് ഉറങ്ങിക്കോ തന്നെ. ആ എന്തു പറഞ്ഞാലും ഒരു ന്യായീകരണം. ഇനിയിപ്പോ ഇന്ന് മൊത്തത്തിൽ കാര്യം നോക്കാനില്ല. നീ ശരിയാക്കി തരുന്നത് നാളെ നേരം വെളുക്കട്ടെ. ഈ പിണങ്ങാന്ന് തന്നെ ടെൻഷനാ. പിന്നെ ഇന്ന് മൊത്തം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഉറക്കില്ല തന്നെ. നിനക്ക് ഏതായാലും ഉറക്കണ്ടാവില്ല, കണ്ണീരും തന്നെ ആവും. പിന്നെ എന്റെ ഉറക്കം കൂടെ കളയും. ഫോൺ അങ്ങോട്ട് തുറന്നാ നിങ്ങൾ ഇക്കാക്കാന്റെ ഫാമിലിന്റെയും അപ്പുറത്തെ സെറീനാന്റെയും സൈനാബാന്റെ ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസോ കണ്ടു മടുത്തു. എനിക്ക് അതൊക്കെ കാണാനുള്ള വിദ്യയുള്ളൂ. ഈ ഹലാക്കിലത്തെ ആൾക്കാർ ഓരോന്ന് സ്റ്റാറ്റസും. ഇപ്പൊ സ്റ്റാറ്റസിനും സ്റ്റോറിക്കും ആവും കുറ്റം. അല്ല നിങ്ങൾക്കല്ല. അവരിലൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഒന്നും മുണ്ടാട് കിടന്നവിടെ ഹലാക്കൻ്റെ ആവില്ല, മുണ്ടാട് കിടക്കാണ്. മനുഷ്യർക്ക് ഒരു ബോധ്യമില്ല. ഹലോ ആര്യ, ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്തു, ആ ട്രിപ്പിലേ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇന്നുണ്ട് കട്ട് ചെയ്തോളാം. ഒന്നുമില്ല, നിങ്ങൾ പോയി. ഇതെന്താ നമ്മൾക്ക് പരിഭവം, ഞാൻ അവരായിട്ട് പൊക്കോളാം. എന്തേലും മാർഗം നോക്കിയിട്ടേ പൈസ ഒപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ അവരും ഇവിടെ പരിഗണിക്കണം. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നലത്രയുള്ള അവിടെ കിടന്നു. പരിഭവം പരാതിയായിട്ട് നീ തന്നെ ഉറക്കൂല, ആള് കരച്ചിലും തോന്നും. ഇല്ല, നമുക്ക് അടുത്ത പോടാ. ഞാൻ എന്തായാലും വരിയിട്ട് പോട്ടെ പ്രാവശ്യം കേട്ടോ. കുറെ ആയി പറയണം, അതെന്തെങ്കിലും പറഞ്ഞത്. ഞാൻ കുട്ടികളും ഇവരൊക്കെ കുറെ ആയി പറയണടാ. അപ്പൊ കുഴപ്പമില്ല, ഞാനിപ്പോ ആളോട് പറയാൻ പോവാണ്. എന്തായാലും അവൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ പോട്ടെന്നാ കേട്ടോ ഈ ട്രിപ്പ്. ഞാൻ എന്തായാലും വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് അവർക്ക് കേട്ടോ. നീ പറഞ്ഞാൽ മതി, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഞാൻ പ്രാവശ്യം എന്തായാലും വരിയിട്ട് പോകാം. ഓക്കെ ഓക്കെ. സന്തോഷായില്ലേ? എന്നാ കിടന്നോ. സോറി ട്ടോ. നന്നായി. ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞു, ഇനി സൂപ്പറുണ്ടാ. അതെ, നാളെ നേരത്തെ എണീക്കണം, സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ. ആയിക്കോട്ടെ. സെറീനാനൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു. എല്ലാരും വിളിച്ച് പറഞ്ഞു. മക്കളോട് നാളെ കാലത്ത് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഡേറ്റ് എടുത്തിട്ടാ.